ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഓൾറെഡി ഒരു FRP വീണു. ഞാൻ ഒന്നും ലീക്ക് ആക്കിയില്ലല്ലോ. നീ എന്തെല്ലോ സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണ് സർപ്രൈസ്? അയ്യോ, അത് പറയാൻ പറ്റത്തില്ല. അത് മുമ്പേ ആണ് പറയാൻ പറ്റത്തില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് പറയാൻ പറ്റില്ല. എന്ത് എനിക്ക് സർപ്രൈസ്? കുറച്ച് മുന്നേ മെസ്സേജ് സർപ്രൈസ് ഒന്നല്ല. ഞാനൊരു തീരുമാനം പറയാനിരുന്നതാ, പക്ഷെ അത് പറയാൻ പറ്റില്ല. അത് നീ എന്തെല്ലോ വെറുതെ ഈ പിള്ളേരോട് പറഞ്ഞിട്ട് അമ്മ ഒമാര് സത്യം, എനിക്ക് അമ്മ വന്നിട്ടൊരു സത്യം, തൊയിരല്ല. അമ്മ സത്യം. ഗൈസ്, ഇങ്ങനെ കള്ളനാ, ഇങ്ങനെ അറിയാത് എടാ, പറയട്ടാ. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താന്നുള്ളത്. ചുമ്മാ പറയുന്ന ഗൈസ്. ഇല്ലല്ല, എന്നെ വിൽക്കരുത്. പിന്നെ പോടാ. ഗൈസ്, എന്നെ വിറ്റതാ. ഞാൻ എന്തിനാണോ നിങ്ങളുടെ കള്ളം പറയുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ ചാറ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഞാൻ നുണ പറയാറുണ്ടോ? നിങ്ങൾ പറ. എപ്പ ഞാൻ പറയാറുണ്ട്? ഞാനത് അങ്ങനൊന്നും പറയാറില്ല, മനസ്സിലായോ? ഇവ എന്തെല്ലോ പൊട്ടത്തരം കാട്ടിയിട്ട് ഓരോന്ന് തൊള്ളിന്ന് എടുത്ത് പറയും. ഇവന്റെ എപ്പോഴുള്ള പരിപാടിയാണ് ഗ്യാങ്ങിന്റെ എന്തെങ്കിലും ഒരു സാധനം പ്രൈവറ്റ് ആക്കി വെക്കുന്ന സാധനം ഇവൻ വന്ന് ലൈവിൽ ലീക്കാക്കും. അത് ഇന്ന് തുടങ്ങിയതാണോ? നിങ്ങൾ പറ, ഇന്ന് തുടങ്ങിയതാണോ? അല്ല, ഞാൻ ലീക്ക് ആക്കിയിട്ടില്ല. നിങ്ങൾ ഇത് വിശ്വസിക്കരുത്. നിങ്ങൾ അമ്പിളിക്കണ വിശ്വസിക്കരുത്. ഇത് ശരിയായ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരാണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്യാങ് ഫോം ആവണ അന്നേ തരാനുള്ളൂ. അല്ലാത്തൊരു സാധനം എന്താന്നുള്ളത് എനിക്കറിയില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ മാക്കിന്റെ അടുത്ത് തന്നെ ചോദിച്ചു. എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാത്ത കാര്യം എൻ്റെ അടുത്ത് ചോദിക്കണ്ട. എന്നെ വിറ്റ് ഗൈസ്, ഞാൻ പോണ്. ചാറ്റ് റീഫ്രഷ് ആയി. നോക്കിയ 1v7 ശരിക്കും അത് കണ്ടായിരുന്നോ? ചെറുക്കന് ഭ്രാന്തായി. ആരെ അടിച്ചെന്നൂടെ നോക്കിയേക്കണേ. ആരെ? CVA 14K UK ഒരു 5 ഗ്യാങ് ഉണ്ടായിരുന്നു. ബോസ് 999 താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. മീൻസ് ലോട്ട് ബ്രോ. ബോസ് വീണ്ടും ചാമ്പി. എടാ, ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ സർപ്രൈസ് എന്ന് പറയാൻ ഒന്നും ഇല്ല ഗൈസ്. സത്യം പറയാ, ഈ പൊട്ടം വെറുതെ പറയുന്ന. ഞാൻ പറഞ്ഞരാ, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് റിക്രൂട്ട്മെന്റ് ആയിങ്ങാണ്ട് നിങ്ങൾക്ക് ഗ്യാങ് ഫോം ആവണം അന്നും, ആ റിക്രൂട്ട്മെന്റ് അല്ലാതെയും വേറെ കുറച്ച് 1-2 സാധനങ്ങൾ നിങ്ങൾക്ക് ഗ്യാങ് ഫോം ആവണമെന്നും തരാനേ എനിക്കുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ സർപ്രൈസ് ഒന്നും ഇല്ല. അത് ഞാൻ ഇപ്പം എന്തായാലും പറയൂല. അത് എന്ത് സർപ്രൈസ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ അപ്പം അറിയേണ്ട കേസാണ്. അല്ലാതെ അതൊന്നും ഇപ്പം ഈ ലൈവിലിരുന്നുകൊണ്ട് ഇങ്ങനെ വന്നാണ്ട് ഡയലോഗ് അടിച്ച് പോണ പരിപാടിയല്ല അത്. FRP എന്താണെന്നറിയില്ല. VCയിൽ വിളിപ്പിച്ചിരുന്നു ഒന്ന്. ഇന്നെ VCയിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇങ്ങനൊരു FRP ഗ്യാങ്ങിനെതിരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിമൂവ് ആവും. ഇപ്പം നിലവിലുള്ള FRPക്ക് എന്തായാലും ആക്ഷനും ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞേക്കണേ. അത് ആർക്കാന്നുള്ളത് അറിയില്ല, അത് നോക്കിയിട്ട് വേണം. അപ്പോൾ ഫൈനൽ വാണിംഗ് അത് കൺസിഡറേഷൻ ഇതൊന്നും അല്ല. അത് എന്തോ ഒരു വാണിംഗ് ആയിക്കാണ്ടാണ് ഇനി നെക്സ്റ്റ് ടൈം ഗ്യാങ് റിമൂവലായിരിക്കും, അഥവാ ആപ്ലിക്കേഷൻ റിമൂവലായിരിക്കും എന്നുള്ളത് സ്ട്രിക്ട്ലി പറഞ്ഞേക്കണ്. പിള്ളേരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞേക്കണ് അനാവശ്യ വള്ളികളിലൊന്നും പോയിങ്ങാണ്ട് വള്ളി എടുക്കാൻ നിൽക്കരുതെന്ന് ഓൾറെഡി പറഞ്ഞു കൊടുത്തേ. നിങ്ങൾ ആദ്യം എനിക്ക് ചാറ്റിൻ്റെ അടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ വൈകുന്നേരം സ്ട്രീം ഇടണ ഈ ടക്കായി, സക്കായി, നോക്കിയ ഇവന്മാരൊക്കെ വരുമ്പം നിങ്ങൾക്ക് കുറച്ച് അടി ഒരു 4 അടിച്ചോ. ഒരു 1v7 അല്ലെങ്കിൽ ഒരു 1v5 ഒക്കെ എടുക്ക്. നിങ്ങൾ ഇതിങ്ങനെ മൂപ്പിച്ചു, മനസ്സിലായോ? നിങ്ങൾ മൂപ്പിച്ചിട്ടാണ് ഒമാരി പോയി എടുക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഗ്യാങ് ആദ്യം ഒന്ന് ഫോം ആയിക്കോട്ടെ, എന്നിട്ട് ആക്കാം നമുക്ക് ഈ അടിയും ഇതൊക്കെ. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നല്ല ഇഷ്ടം പോലെ പെരുന്നാളടി നടക്കൂ സിറ്റിയിൽ. കാരണം അത്രയും ഗ്യാങ് സിറ്റിയിൽ PvP സെഗ്മെൻ്റ് ആയിങ്ങാണ്ട് അത്രയും കിടിലം പോലത്തെ ഗ്യാങ്ങുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ദിവസവും അടിയായിരിക്കും. RP എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ നിങ്ങൾക്ക് വളരെ അപൂർവേ ചിലപ്പോൾ ഇനി കുറച്ച് ദിവസത്തിന് കാണാൻ കഴിയുള്ളൂ. നല്ല രീതിക്ക് അടി ഉണ്ടാവും. അത് പിന്നെ ഇനി നമ്മൾ ഇല്ല, അത് ഞാൻ പറയണില്ല. അതൊക്കെ ഗ്യാങ് ഫോം ആവണമെന്ന് പറയാം. അപ്പോൾ അല്ലല്ല, ഇല്ല, നീ സർപ്രൈസ് ഉണ്ട്. അല്ല, എനിക്കറിയാം മേക്ക, എനിക്കറിയാം. നീ ആദ്യം ഉണ്ടല്ലോ ഒരു മല ഉണ്ട് എന്ന് പറഞ്ഞു വെക്കും, എന്നിട്ട് ചെറിയൊരു കുന്നേജ് കാട്ടി കൊടുക്കുള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ കുന്നുമ പിടിച്ചാൽ മതി, എന്നിട്ട് മല കാണിച്ചു കൊടുക്ക്. അങ്ങനെ ശീലിക്ക്, മനസ്സിലായോ? ഒന്നുമില്ല. സോറി, മല കാണിച്ചില്ല. സോറി. പ്രണവ് PC ഉണ്ടോ?
പി സിന്റെ കേസ് ഒന്നും പറയണ്ട കേസ്. പി സി ഒക്കെ ഓൾറെഡി അയ്യോ പ്ലീസ് പ്ലീസ് പ്ലീസ്. അതിന്റെ അഡ്വാൻസ് അത് ഒക്കെ നിങ്ങൾ കൊടുത്തിട്ട് ഇപ്പൊ അതിൽ തന്നെ അലക്സ് ഒക്കെ പോയി നോക്കട്ടെ. അല്ല എന്നാലും എന്തായാലും അത് നമുക്ക് ചെയ്യാൻ കഴിയണമൊക്കെ മാക്സിമം നമ്മൾ ചെയ്യും. ആർക്കൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൊടുക്കുമ്പോൾ കാണാം. അത്രേ അതല്ലേ ഉള്ളൂ, ഇനി അത് മതി. RP വിത്ത് ഉണ്ണിക്കുട്ടൻ അതാരാ? ഞാനൊന്ന് ഇറങ്ങുന്നു ശരി, ഞാൻ ലൈവ് നിർത്തുന്നു, എനിക്ക് ഫുഡ് കഴിക്കണം, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി കുന്നു നോക്കിയാ കാണിച്ച് ഡിസ്റ്റർബ് കുണ്ണ പി സി. ഞാൻ കാണിച്ച് പറയട്ടെ, ചാടി കയറി കുഞ്ഞ് ഇവിടെ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല, മനസ്സിലായില്ലേ? നമ്മൾ ഇരുന്ന് നോക്കി ആലോചിച്ച് നമുക്ക് തോന്നണം ഡിസേർവിങ് ആണ് അല്ലെങ്കിൽ ഇതിന് ആപ്റ്റാണ് എന്നുള്ളത് നമുക്ക് തോന്നുന്ന ഒരു ടൈം വരാത്തോടത്തോളം കാലം നമ്മൾ ഇനി ആർക്കും ഒന്നും അങ്ങനെ ചെയ്യൂല എന്നുള്ളത് ഓൾറെഡി ഇപ്പം എന്താ മീറ്റിംഗ് വിളിച്ചപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യം വന്നവർക്കൊക്കെ ഓപ്പൺ ആയിരിക്കും ആയിട്ട് പറഞ്ഞ ചിലപ്പോൾ കാര്യം. ആദ്യം വന്നവർക്കൊക്കെ ആയിരിക്കും അതിൻ്റെതായ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ അവസാനം വന്ന ആൾക്കാർ അങ്ങനെ മീൻസ് കമ്മിറ്റ്മെൻറ്റോട് കൂടി നിൽക്കണ അല്ലെങ്കിൽ നമുക്ക് ആ ലോയാലിറ്റി ഒക്കെ നമുക്ക് പേഴ്സണലി നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഒരു തോന്നൽ വരുന്ന സമയത്ത് മാത്രമേ നമ്മളിനി ചെയ്യുന്നുള്ളൂ. അല്ലാതെ ചാടി കയറി വരുന്നവർക്കൊക്കെ പാടെ പി സി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ. മാക്കേ ഒന്ന് ഇറങ്ങിപ്പോയാണ്, എന്തൊരു ഒച്ചപ്പാടാന്ന്. ഇവിടെ ഇരുന്ന് മുട്ടായി തിന്നു പറഞ്ഞിട്ടില്ലേ? മുട്ടയല്ല ഫുഡ്. പോട്ടെ, ബൈ ബൈ. ഹൗ മെനി റിക്രൂട്ട്മെന്റ് നോട്ട് ഡിസൈഡഡ് ബ്രോ. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. ഗായ് സെലക്ഷൻ്റെ റോള് പോയിപ്പിച്ചു ഇൻ ഷെയ്ഖ് DC സെർവർ മെമ്പർ ലിസ്റ്റിൽ. സെലക്ഷൻ്റെ റോൾ പോയിപ്പിച്ചു ഇൻ ഷെയ്ഖ് DC സെർവർ മെമ്പർ ലിസ്റ്റിൽ. അതൊക്കെ റക്കൻ്റെ പണിക്കാരം, അതൊന്നും നമുക്കറിയില്ല. റോള് കൊടുക്കണം കൊടുക്കാതെക്കണമെന്ന് നമ്മളല്ല. ബിലാൽ ലീക്ക് ഇടുന്നോ? എന്ത് ബിലാലൊന്നും ലീക്കാക്കൂല. വെൻ ഗ്യാങ് ഫോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വീക്ക് ആയിരിക്കും ടൈം എന്നല്ലേ പറഞ്ഞത്. ആക്ച്വലി ബർഗണ്ടി അല്ല കേട്ടോ. ബർഗണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ പക്ക ബർഗണ്ടി കളർക്ക് ഇതാക്കണ്ട. നമ്മൾ റിക്വസ്റ്റ് ചെയ്തത് റെഡ് ടൈപ്പ് അല്ല, ആക്ച്വലി ഒരു റോയൽ ഡീപ്പ് പർപ്പിളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ബിലാലിട്ട ബർഗണ്ടി എന്നാക്കിയിട്ടതാ. അത് ഇനി അവിടുന്ന് അപ്രൂവലൊക്കെ കിട്ടി ഓല് ആക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഒന്ന് ശരിയാക്കാനൊക്കെ. 10 റിക്രൂട്ട്മെന്റ് ബിലാൽ പറഞ്ഞു. ഓൾറെഡി 25 പേര്, അല്ല 24ആയി. ഒരാൾ അലക്സ് പോയി. 24 പ്ലേയേഴ്സിൽ നിന്ന് 10 റിക്രൂട്ട് എടുത്തുകൊണ്ട് 34 പ്ലേയേഴ്സ് ആക്കി വെക്കുക. ഫാൽക്കൻ ബാൻ മാറിയോ? ഫാൽക്കൻ്റെ ബാന് നല്ല കാര്യം. ഞാൻ ലാസ്റ്റ് ടൈം കൂടി ഈഗിളിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളായിരുന്നു ഫാൽക്കൻ്റെ ബാൻ എന്തെങ്കിലും മാറ്റാൻ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. മാറിയിട്ടില്ല. ഇതെന്താടാ ഒറ്റടിക്ക് ഈ വ്യൂ ഡ്രോപ്പ് വന്നത്? അങ്ങനെന്താ? എനിക്കിത് ബഗ്ഗാണോ? ഗൈസിൻ്റെ വാച്ചിങ് എത്രയാണ് കാണുന്നതെന്ന് അറിയോ? 3.2 ആണോ നിങ്ങൾക്ക് കാണുന്നത് വാച്ചിങ്? 2K കുറേ പേർക്ക് 2K അല്ലേ. ഇതിൻ്റെ 1.9 ആയി ഒറ്റടിക്കുക. അതെന്താ അങ്ങനെ? ഒറ്റ മിനിറ്റ്. അതെന്താ ഒറ്റടിക്കൊരു ഇത് ഡ്രോപ്പ് അങ്ങനെ വന്ന്? ഇല്ല, ഇതിൽ 3.2, ഇവിടെയും 3.2. പക്ഷെ എനിക്കറിയില്ല ഗൈസ്, എന്തോ ബഗ്ഗാണ് തോന്നുന്നുണ്ട്. 1M ഞാൻ പാരാ ഐശ്വ സ്പീഡോ. ടെമ്പററി ജീവി ഉണ്ടാവോ? ടെമ്പററി ജീവി നമ്മൾ നോക്കാം ഗൈസ്. നമ്മൾ കുറച്ച് നല്ല നല്ല പ്ലാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാക്സിമം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും, മനസ്സിലായില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എല്ലാം നമ്മൾ ചെയ്യും. DC നോക്കാം. കുറേ ദിവസമല്ലേ കഴിച്ച് DC നോക്കിയിട്ട്. ഒരു 10 മിനിറ്റ് DC നോക്കിയിട്ട് നമുക്ക് അങ്ങനെ സിറ്റി കയറാം. സിറ്റിയിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ട് ആക്ച്വലി. ഈ പ്രൊമോഷൻ വീഡിയോസ് മാത്രമേ ഇനി എൻ്റെ ഇതിൽ ഉണ്ടാവുള്ളൂ. പ്രണവ് ഇനി കുറച്ചേരം കഴിഞ്ഞാൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും.
സിദ്ദിഖ് ബിൻ അബ്ദുള്ള, താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്സ്, മീൻസ് ലോട്ട് ബ്രോ. ചാറ്റ്, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളിവിടെ ഓരോ പേരുകളെയും കൊണ്ടുവന്ന് ഇടണ്ട. നമ്മൾ ഓൾറെഡി നമ്മളെ മൈൻഡിൽ 1 2 3 4 5 5 6 പ്ലേയേഴ്സ് നമ്മൾ മൈൻഡിൽ വെച്ചുണ്ട്. നോക്കി നമ്മൾ മൈൻഡിൽ സംസാരിക്കുക അല്ലെങ്കിൽ കൺഫർമേഷൻ ചെയ്യുക ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു 5 6 പ്ലേയേഴ്സ് നമ്മൾ വിളിച്ചാൽ വരുമെന്ന് നമുക്ക് ഉറപ്പുള്ള 5-6 പ്ലേയേഴ്സ് നമ്മൾ നോക്കി മനസ്സിൽ കണ്ടുവെച്ചുണ്ട്. അവരെ നമ്മൾ ചിലപ്പം ഇൻവൈറ്റ് ചെയ്യും നോക്കിയിട്ട്, അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഡിസ്കോഡിൽ തന്നെ കണ്ടത്. ഇതൊക്കെ ആരാന്നറിയില്ല. ഇതൊക്കെ റിക്വസ്റ്റ് വന്നാണ്ട് ചോദിക്കുന്നതാ. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടൊന്നുമില്ല. ഇതൊക്കെ റിക്രൂട്ട്മെൻറ്റാണ്. കുറേ പേരുണ്ട് റിക്വസ്റ്റിലൊക്കെ കിടക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഞാനതൊന്നും നമുക്ക് അങ്ങനെ ഡീപ്പായിട്ട് ഇരുന്നിട്ടില്ല. നമുക്ക് ടൈമുണ്ട്, കാരണം നാളെ മോണിറ്ററിങ് തുടങ്ങുള്ളൂ. നാളെ മോണിറ്ററിങ് തുടങ്ങി കഴിഞ്ഞാൽ ഈ നാളെ മൺഡേ മോണിറ്ററിങ് തുടങ്ങി കഴിഞ്ഞാൽ നെക്സ്റ്റ് മൺഡേ ഗ്യാങ് ഫോം ആവും. അങ്ങനെയാണ് ബ്രാവോ എന്ന് പറഞ്ഞത്. അപ്പം അതിനെപ്പറ്റി ഒന്നും കൂടി ചോദിക്കണം കേട്ടോ. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്, ഞാൻ മാറ്റേണ്ടോന്ന് അറിയില്ല. 1 വീക്ക് കൊണ്ട് എന്തായാലും ഗ്യാങ് ആവും എന്നുള്ളതാണ് പറഞ്ഞത്. നിങ്ങളെ ഞാൻ പറഞ്ഞില്ല, ഒരാളെയും പേര് ഇവിടെ കൊണ്ടുവന്ന് ഇടണ്ട. അത് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും അവരെ ചിലപ്പോൾ വരിക, മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കാത്ത ആൾക്കാർ വരെ വരാം. അപ്പം അങ്ങനെ കരുതിയാൽ മതി, അത്ര ഞാൻ പറയണുള്ളൂ. നിങ്ങൾ പക്ഷേ അതിലൊന്നും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. നിങ്ങൾ ആ വരുന്ന ഓരോ പ്ലേയേഴ്സിനും നിങ്ങൾക്ക് അത്രയും മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റണ, നിങ്ങൾ ഹാപ്പി ആവുന്ന പ്ലേയേഴ്സ് ആയിരിക്കും, മനസ്സിലായില്ലേ? RG7 ഫാൻ മെയ്ഡ് ഗ്യാങ് ഡ്രസ് കളർ പാലറ്റ് ബർഗണ്ടി വിത്ത് ലിറ്റിൽ പർപ്പിൾ. ഇതന്നെ, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ലിറ്റിൽ പർപ്പിൾ ടൂൺ 50%, ഗോൾഡ് 20%, ബ്ലാക്ക് 10. ഇതിൽ നമ്മൾ ഗോൾഡ് 30. ഇതാകെ 90% ആയിട്ടുള്ളല്ലോ. 50 20 70 10 80 90. അപ്പോൾ 10% എവിടെ പോയാ? ഗോൾഡ് 30 വേണം. ആൾസോ വിത്ത് ജ്യൂസ് ഗോഡൗൺ ഷർട്ട്. ജ്യൂസ് ഗോഡൗൺ. ഇത് ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു അനലൈസിങ് ടീമും മാർക്കറ്റിംഗ് ടീമും എനിക്കറിയില്ല എവിടുന്നാ ഇതിന് മാത്രം ആൾക്കാർ. ഷർട്ട് അടിച്ചു തരാൻ ആൾക്കാർ, വണ്ടി അടിച്ചു തരാൻ ആൾക്കാർ, അത്രയും കുണ്ടന്മാർ റെഡിയാണ് ഇവിടെ. നമ്മൾ സാധനം നമ്മൾ ഇന്നതാണ് ചെയ്യണതെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോത്തിന് ഷർട്ട് എന്നാണ് പറയുമ്പോഴത്തിന് ഷർട്ട് റെഡി, വണ്ടി എന്നാണ് പറയുമ്പോഴത്തിന് വണ്ടി റെഡി. അങ്ങനത്തെ ബസ് ഇറങ്ങിയത്. അത്രയും ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണ പിള്ളേരെ എനിക്കറിയില്ല പഠിച്ചോനെ. ഷർട്ട് ഇതൊക്കെ ഏതാ കൺസെപ്റ്റ്? ഇതൊന്നും ചിലപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ, ഇതൊന്നും ഒരു എഡിറ്റർ ചെയ്താലും കൂടി ചിലപ്പോൾ ഇങ്ങനെ ഒരു സാധനം ആ എഡിറ്ററിന് ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ പിള്ളേർ ഇത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള പിള്ളേരാണ് ബാക്കിൽ, മനസ്സിലായില്ലേ? ഞാൻ തോറ്റുപോയാലോ അപ്പ? എന്റെ ചുറ്റുമുള്ളവരെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലോ? സിദ്ദിഖ് ബിൻ അബ്ദുള്ള, താങ്ക് യു ഫോർ ദ 100 കിക്ക് പോയിന്റ്സ്, മീൻസ് ലോട്ട് ബ്രോ. നിന്റെ യുദ്ധങ്ങളിൽ നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്തരാണ്. പക്ഷെ അവർക്ക് മുമ്പിൽ നീ തോൽക്കില്ല. അവരെ ജയിക്കാനുള്ള കരുത്ത് നിന്റെ ഉള്ളിൽ നിന്നും. കാരണം നിന്റെ ജയം ആഗ്രഹിക്കുന്ന കുറെ മനസ്സുകൾ ആ സമയം നിന്റെ ചുറ്റിലുണ്ടാകും. നശിപ്പിക്കാനും കൊന്നു തിന്നാനും ഇനിയും പല ശക്തികൾ വന്നേക്കാം. ആരൊക്കെ വന്നാലും നേരിടാൻ തയ്യാറായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വേറെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഗൈസ്. മേ ബി ഒരു 90% സാധനം ഉണ്ട്. എൻ്റെ യൂട്യൂബ് മേ ബി റിക്കവർ ആവും. 90% ഹോപ്പ് ഉണ്ട്. അതിപ്പം ഇന്ന് ഒരു 10 to 20 മിനിറ്റ്സ് മുമ്പാണത് ഓൾമോസ്റ്റ് റെഡി ആയത്. ഏകദേശം എന്തോ ഭാഗ്യത്തിന് അൽഹംദുലില്ലാ ഖൈർ എന്ന് പറയാം, കുറേയൊക്കെ റെഡിയായി. മേ ബി കിട്ടും. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്തായാലും ഒരു കിടിലം പോലത്തെ ഒരു സിനിമാറ്റിക്സും കൂടി നമ്മൾ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യും. അത് ഇതേപോലെ മനസ്സിൽ കണ്ടു വെച്ച ഒരു പരിപാടിയും കൂടി ഉണ്ട്. ഇനി അതിനപ്പോത്തിന് ഇവിടെ മണിയും ചോറിന് നാളെ മുതൽ എനിക്ക് തൊയിലല്ലാതെ സിനിമാറ്റിക്സ് അപ്ഡേറ്റ് ചോദിക്കരുത്. അത് വരും, അതിൻ്റെ സമയമെടുക്കും, അതിൻ്റേതായ സമയമെടുക്കും. നല്ല എഫേർട്ട് ഇട്ടുകൊണ്ട് നല്ലൊരു ഔട്ട് കിട്ടുന്ന നല്ലൊരു സിനിമാറ്റിക്സ് നമുക്ക് ഒന്നുകൂടി ചെയ്യിപ്പിക്കണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാലിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ സുനിമോനോ S3 ആരെങ്കിലുമൊക്കെ ആയിരിക്കും. നോക്കാം. 2-3 സിനിമാറ്റിക്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മേ ബി
ഞാൻ ഇപ്പം എന്നെ പറഞ്ഞുതരാം. ഇനി ചാടി കയറിങ്ങാണ്ട് ഇതാക്കരുത്. ആടോ അപ്പോത്തിന് തുടങ്ങിക്കൊണ്ടമാര് സിനിമാറ്റിക്സ് അപ്ഡേറ്റ്. ഞാൻ ഇത് നാളെ മുതൽ വേർഡ് ബ്ലോക്ക് ഇടും ഈ സാധനം സിനിമാറ്റിക്സ് അപ്ഡേറ്റ് എന്നുള്ളത്. ഒരു സാധനം പറഞ്ഞാൽ പിന്നെ അപ്പോൾ മുതൽ പിന്നെ ഇതന്നെ ആയിരിക്കും. അനൗൺസ്മെന്റ് അറ്റൻഷൻ ഡിസ്പ്ലേഡ് മൾട്ടിപ്പിൾ വാർണിംഗ്സ് ഫോർ റിമോട്ട് എക്സ്പ്ലോയിറ്റ്സ് ഡ്രൈവർ ക്യാരി മൾട്ടിപ്പിൾ ക്യാരി ഇംപ്യൂർ RP. ഇതെന്താ അൻപത് I've been found repeating the same over and over. Not that I've been bans. These bans will not be displayed or in the type. Repeating such a violation, you will have served. Length of ban be to 2 മണിക്കൂറോ അല്ലെങ്കിൽ 7 days വരെയോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ബഗ് എക്സ്പ്ലോട്ട് ചെയ്താലേ. എല്ലാവരോടും സൂക്ഷിച്ച് പറഞ്ഞാൽ ശരിക്കും മോണിറ്ററിംഗ് പീരീഡ് ആണ്. ലോയൽറ്റീസ് വെറുതെ കളയണ്ട. ഓക്കെ ഓക്കെ. W കോംബോ ഇസ്മായിൽ ആൻഡ് സാറ. നോക്കിയ റൈഡോ? നോക്കിയൻ്റെ വക ഇങ്ങോട്ട് റൈഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. താങ്ക് യു നോക്കിയ താങ്ക് യു. W കോംബോ ഇസ്മായിൽ ആൻഡ് സാറ. ആരും വേണ്ട. എനിക്കും വേണ്ട നിന്നെ. ഓക്കെ എനിക്ക് വേണ്ടടി, നിന്നെ കൊല്ലുടി ഞാൻ. ആടാ നീ ഇങ്ങോട്ട് കൊല്ലമായോട്ടാ. നിന്നെ കൊല്ലുടി ഞാൻ. അയ്യേ എന്താടാ നിന്നെ ഉണ്ടല്ല എന്റെ കയ്യിലോട്ട് നോക്കി. നിന്നെ ഉണ്ടല്ല ഇതുപോലെ ഇങ്ങനെ പീച്ചു. മനസ്സിലായോ? പീച്ചേ അയ്യേ അതെന്തണ്ടി? അങ്ങനെ പറ്റത്തില്ല. കുത്തി 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 ഡാൻസ് കളിച്ച് കൊല്ലുടി. നിന്നെ മുന്നിൽ എടുത്ത് ഇങ്ങനെ ആട്ടുപടി. നിന്നല്ലേ ഇങ്ങനെ ഇടിക്കും ഞാൻ. കണ്ട ഇങ്ങനെ ഇടിക്കും മോന്തയ്ക്ക്. ഇതുപോലെ ഇരുന്ന് ഇടിക്കും. ഇതെന്തോ വേറെ ഡബിൾ മീനിങ് ആയി കണ്ടാണല്ലോ അത് ഇങ്ങനെ ഇടിക്കും കേട്ടോടാ. തോന്നിയസം പറഞ്ഞ ഗ്യാങ്ങിലൊരു ഗേളിനെ എടുക്കാൻ എന്തോ അല്ലേലെ ഫുള്ള് പെൺകൊന്തന്മാരാണ് ഇപ്പൊ ഗ്യാങ്ങില്. മാക്ക്, ദിഗോഡ്, ബിലാൽ, ഇസ്മായില്, മാലിക്. ഞാൻ മാത്രമേ ഒരു സിഗ്മ ഉള്ളൂ. സ്കിപ്പ് ചെയ്യുന്നോ? സ്കിപ്പ് വേണ്ടത് ഇതെന്താ? അതിന്റെ അപ്പുറത്താര ഫസ്റ്റ് എത്താൻ നോക്കാം. ഓക്കെ ഇതെന്താ ഇത് വേറെ യൂണിവേഴ്സാ കഴിച്ച. നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. വേറെ യൂണിവേഴ്സാ. മാക്ക് മെയിനെന്നോ? മാക്കിന്റെ എത്രാമത്തെ ഗേൾഫ്രണ്ടാ കഴി സിറ്റിയില്? Go gambling! Oh dang it! Oh dang it! Oh my god! I won! I actually won! വരുന്നതിന് മുമ്പ് തന്നെ എന്തിനാടാ ഇല്ല വന്നോട്ട് അടിയൊക്കെ ഒന്ന് പൊട്ടട്ട് എന്നിട്ടൊക്കെ നോക്കാം നമുക്ക്. ചെകുത്താനെ കാണാൻ പറ്റുമോ? ഇറങ്ങിയാ കാണാൻ പറ്റുമോ? ഇറങ്ങിയാ കാണാൻ പറ്റുന്ന ഉറപ്പാണോ? ഈ പിങ്ങന്നടാ വണ്ടോണേ ആവശ്യം വരുന്നു. ഇതാരാടാ? മാക്കിനാണ് വെടിച്ചോണ്ട്. ആറ് വിക്കാണോ നോക്കിയാ? 400 CR ബ്ലാക്ക് ഷമീറിന്റെ കയ്യിൽ. അത് എനിക്കറിയില്ല ബ്രോ. 7 പിക്കോ. ഓക്കെ നൈസ്. ശ്രദ്ധിച്ചില്ല. ആരാ മോനത്? ഹരിച്ചേട്ടന്റെ കൂട്ടുകാരാ. അവനുണ്ട്, അവന്റെ കുറെ കൂട്ടുകാരുണ്ട്. സത്യല്ലേ? നമ്മളെ പേരിലൊക്കെ തന്നെ അവസ്ഥ. മോനുണ്ട്, അവന്റെ ഒരു ഒലക്കമ്പല ഗ്യാങ്ങും ഉണ്ട്. നമ്മളെ പേരിലൊക്കെ ഇതാണ് വർത്താനം. സത്യം. കൊള്ളാം. നൈസ് വീഡിയോ. മാധവനുണ്ണി ഓറ. കഞ്ചാവും ടിഡിയൊക്കെ അടിച്ചിട്ട് പിള്ളേരാ എല്ലാവരും ടൂർ കാണും. പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയാടാ കൊച്ചിയിലുള്ളത്?
നൈസ് വീഡിയോ ബ്രോ. ഇല്ല എല്ലാം പറഞ്ഞിട്ട് ഇടപെടാറില്ലാന്ന്. ഇല്ല അവന്റെ മെസ്സേജ് കിടക്കട്ടെ. അലക്സ് ചോദിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചും ചിന്തിക്കണോട്ടാ. ഷെയ്ക്ക് ഒരു വാക്ക് പോലും പറയാണ്ട് അത് നമ്മുടെ അടുത്ത് അറിയാം. ഷെയ്ക്ക് ചെയ്തതും നല്ലത് നമ്മ അലക്സ് ചെയ്തപ്പോ അത് തെറ്റല്ലേ ബ്രോ. അലക്സ് ഇപ്പൊ എന്താണ് മാലിക്കിനെയും കോട്ടറിനെയൊക്കെ കേബിന്ന് എടുത്തപ്പോ ഇത് ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ. ചോദിക്കണാണ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരണം. എടാ ഇതൊക്കെ ചോദ്യങ്ങളാണ് കേട്ടാ. ഇതിനൊക്കെ ഉത്തരം എന്താ നിങ്ങളാ. ഒരാള് ചെയ്യുമ്പോ അത് ശരിയും ഒരാള് ചെയ്യുമ്പോ അത് തെറ്റു എന്താണ്. ഒരാൾ ചെയ്യുമ്പോ ശരിയും ഒരാൾ ചെയ്യുമ്പോ അത് തെറ്റുമാണ്. അവൻ ചെയ്തത് അവന് മുമ്പനാണ് അതാണ് അവന് ഇതാണ് ബ്രോ. കർമ്മ ഹിറ്റ്സ് ഹാർഡ് എന്നല്ലേ ബ്രോ. ഇത് ആട്ടെ അവരുടെ നമ്മിപ്പോ അവരുടെ കാര്യത്തിൽ നോ വേർഡ്സ് ബ്രദർ. വൺ ഓഫ് ദ ബെസ്റ്റ് റിക്രൂട്ട്സ് ദേ ചേഞ്ച് എവരിതിങ് ഉണ്ട്. ഇങ്ങനത്തെ T47 ബാച്ച് അലക്സിനെ പോലത്തെ എല്ലാവരും ഉണ്ടെന്ന് വിചാരിച്ച് വിട്ടതല്ലേ. ഖാലിദിന്റെ എല്ലോ RP എല്ലോ നൈസാണ്. ശരി, ഞാൻ ഒരു RP കണ്ടിട്ടില്ല ബ്രോ. ഐ ഡോണ്ട് നോ ആക്ച്വലി. ഇതാരാ? അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ്. കൊള്ളാം. ശരിക്കും പോണവരൊക്കെ ഞാൻ അറിഞ്ഞു ഇപ്പൊ വാൽഹല്ല ഇവിടെ മാസിലെ കുറച്ച് പ്ലേയേഴ്സ് കയറുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ എനിക്ക് അവരുടെ ഓപ്പോസിറ്റ് കളിക്കാൻ നല്ല പാടുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും TV പോയാലും ഓപ്പോസിറ്റ് കളിക്കണ്ടായിരുന്നു. ഇതേ പ്ലേയേഴ്സ് തന്നെയാണ് CMലും കളിച്ചുകൊണ്ടിരുന്നത്. അതിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം റാസ്യൂസ് വാൽഹാല ഇത് സിറ്റിക്കകത്ത് സിറ്റുവേഷൻ ആയ എങ്ങനെയാ പോകുന്നതെന്ന് അറിയാം. സിറ്റിക്കകത്ത് തന്നെ നിൽക്കൂല. നല്ല രീതിക്ക് OC ട്രാക്ക് ആകും. നല്ല രീതിക്ക് പ്രശ്നമാകും. അവന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അവൻ പോയി. അത് അവന്റെ സൈഡ് പറയുമ്പോ കുറെ റീസൺസ് പറയണ്ടാവും, അത്രേ ഉള്ളൂ. ആ ഗ്യാങ്ങില് ദിഗോഡ് മാത്രമേ ഇവിടെ കളിക്കാനുള്ള ക്വാളിറ്റി ഉള്ളൂ. അങ്ങനെ ഞാൻ പറയുന്നില്ല, ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ദിഗോഡ് മാത്രം പൊക്കി അടിക്കില്ലേ. കാരണം ലാസ്റ്റ് വാറിന് ഞാൻ പൊട്ടി തെറിക്കണമെന്നാണ് കണ്ടത്. ഇപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതില്ല. ക്വാളിറ്റി എല്ലാവർക്കും ഉണ്ടാവും കളിക്കാൻ. പക്ഷെ എവിടെ കളിക്കണമെന്നുള്ള ക്വാളിറ്റി മാത്രം അറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? അവിടെ കളിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കൺഫേം അവിടെ കളിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട്. പ്രശ്നങ്ങളാണല്ലോ മൊത്തത്തില്. അവന്റെ വോയിസിലുണ്ട് ഫ്രസ്ട്രേഷൻ എന്നോ. ചുമ്മാ ഇരിയടാ. എനിക്ക് വയ്യ കഴിച്ചത്. ഇതെന്തെങ്കിലും അപരാധങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മറ്റേ ആ ഗ്യാങ് ഉണ്ടല്ലോ CR7 അപ്പാവാൻ പോണില്ല. നിങ്ങളൊക്കെ നമ്മളപ്പാക്കിക്കോളാം ബ്രോ, ഡോണ്ട് വറി. നീ ഒരു ക്ലാസ് ടേബിൾ പോലെ ലോഗരിതം, ടൈം ടേബിൾ, ഇൻഡെക്സ്, കാൽക്കുലേറ്റർ, കംപ്ലീറ്റ് ബോക്സ്. നിന്നോടൊരു പെണ്ണിന് എങ്ങനെ ഇഷ്ടം തോന്നാനാ? പറയട്ടെ, ആദ്യം കൊണ്ടുപോയിട്ടൊക്കെ ജയിക്കുമ്പോ നോക്കാം. അല്ലാതെ എന്താ അലക്സ് ലൈവെല്ലാം കളഞ്ഞു. എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ, എല്ലാം പ്രശ്നങ്ങളാണ്. ഓൺലി ഫ്യൂ പീപ്പിൾ ന്യൂ അലക്സ് ബിഫോർ MRG. സോ നമ്മൾ അറിയാത്ത എക്സ്പോഷറും കിട്ടാത്ത ഈ RP കമ്മ്യൂണിറ്റിയിൽ ചെറിയ ഗാങ്സിൽ കളിക്കുന്ന ഇനിയും കുറേ അലക്സ് ടൈപ്പ് പ്ലേയേഴ്സ് ഉണ്ട്.
ഓർ ഈവൻ ബെറ്റർ ദാൻ അലക്സോ. അത് അത്രേ ഉള്ളൂ ഗൈസ്. നല്ലൊരു കാര്യമാണ് ദിസ് ഗൈ പറഞ്ഞത്. ഞാൻ ഇസ്മായിലാണ് ഇത്. കാറിലേക്ക് വന്നപ്പോഴത്തേക്ക് മെമ്പർ അവരെ ഹെഡ് നോക്കി അടിച്ചതാ. ആരാ റക്സാണ് അടിച്ചത്? ഞാനത് കണ്ടിട്ടില്ലടാ. അയ്യോ എന്നെ ഇത് കാണിപ്പിച്ച് വെറുതെ ചിരിപ്പിക്കല്ലേ. എനിക്ക് മയില് എനിക്ക് ചിരി വരുന്നു ഇത് കാണുമ്പോ. എനിക്ക് ഇതിനൊന്നും പറയാല്ല. ഇത് കൊള്ളാട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആരോ ഒരു സ്റ്റോറി കണ്ടിരുന്നു. നൈസ് വൺ, കൊള്ളാം. W1 സ്പ്രൈ. സിറ്റി കയറിയല്ലോ ഗൈസ്. കണ്ട ക്ലിപ്പിന്റെ തന്നെ മൾട്ടിപ്പിള് ഇതാണ്. 20 മൂവി എന്താ നക്കി നക്കി ഗാങ് സ്ലോട്ട് വെച്ച് നക്കി നക്കി വന്നവനാണ്. ആര് നമുക്കൊരു ഹെലി എടുക്കണം കേട്ടോ. അവൻ പറയുന്നത് നമ്മൾ മൈൻഡ് പോലും ആക്കണ്ട ഒരു തീട്ടമാണത്. ആരെ പറ്റിയാ പറയണേ? നമ്മളെ പറ്റിയാണോ? എബോട്ട് നോക്കിയേ. പ്രശ്നങ്ങളാണല്ലടാ മുത്തേ തുടങ്ങുന്നത്. വരുന്നതിന് മുമ്പ് തന്നെ ഇല്ലാത്ത പ്രശ്നമാണ് എല്ലാവർക്കും അല്ലേ? അലക്സ് ടി വി എനിക്കൊന്നും കാണണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മിന്നൽ DDM ഗെയിം പ്ലേ വെറുതെ പോയാൽ നിങ്ങൾ വലിയ താല്പര്യം. ഇതെന്താ TDM ആണോ? വൈറ്റിച്ച് പോകില്ല പറഞ്ഞു. ഇതെങ്ങനെ ഒരു മണി അടിച്ചണ? മിന്നല് പാവം അങ്ങനെ ഇരുന്ന് മണി അടിച്ചുകൊണ്ട് പാട ചെയ്യും. പാവടാ റെഡി ആയി. എന്തേലും ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുക്കനെ കൂടെ കളിപ്പിച്ചേന്. പ്രണവിന്റെ ഡിസ്പ്ലേ പോയി ഗൈസ് ലാപ്ടോപ്പിന്റെ. അവന് പീസ് സെറ്റായി കൊടുക്കണം. ഇത്ര കാലയില്ലേ പ്രണവ് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മളിപ്പോ ഉള്ളതാ. അതിന് ഐസല്ലേ അടിച്ചോ? ടാർസനോടെ പ്രണവിന് പീസ് റെഡി ആയി കൊടുക്കണം. ഓൾറെഡി ലാപ്പിന്റെ ഡിസ്പ്ലേ എല്ലാം പോയി. ഇതാരാ പീറ്ററോ? നൈസ് കളി. എന്താ ഷമീർ ഇഷ്യൂ? ഷമീർ ഇതൊന്നും ഇല്ല ഗൈസ്. ഷമീറിന്റെ കേസൊക്കെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ, ഷമീറൊക്കെ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. നമ്മളെ ഇടയിൽ ആകെ ഈ പറയുന്ന കുറച്ച് ഇത് ഇന്നലെ കുഞ്ഞാന്നത് പറഞ്ഞതല്ലേ. ശരിക്ക് അലക്സ് നൈസ് അടിയാണ്. അലക്സ് ഫിഗോ
ഇതിനെ പോലെ തന്നെ ഗ്രൈൻഡൊക്കെ ചെയ്യണ പിള്ളേർ ടീച്ചർ പാർക്കറുള്ള നല്ല കണ്ടോറുള്ള 100 അടി അടിച്ചാൽ അടിക്കാം 5000 റീലോ ടീച്ചർ പാർക്കർ ഇത് നേരത്തെ കണ്ട ഈ പ്ലെയർ തന്നെയല്ലേ? കൊള്ള ഇതൊക്കെ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് നോക്കാം, അതായിരിക്കും നല്ല. FPS ഇത് കാണുന്നുണ്ടായിരുന്നു അല്ലേ? എന്താ ഇങ്ങനെ ഓണായി കിടക്കണ്ടേ? സിറ്റി കയറാം കുറേ ദിവസമായില്ലേ. എൻ്റെ ആ സാധനം ഞാൻ ഫിക്സ് ആക്കിയിട്ടില്ല കേട്ടോ ഗൈസ്. ഞാൻ സത്യം പറഞ്ഞില്ല, എനിക്കതിനൊന്നും നേരം കിട്ടിയിട്ടില്ല. ഓരോ ദിവസം ഓരോരോ ചൊറയിൽ കൂടെ ആയിരുന്നു. ഇന്നാണെങ്കിൽ ഉറങ്ങി അങ്ങ് തീർത്തു. ആൾട്ടാറോ എടാ, ആൾട്ടാർ ആക്കിയിട്ട് എന്തോ ആയി എടാ. അണ്ടില്ലാത്തവന്മാരെ, എൻ്റെ PC കളഞ്ഞോ നിങ്ങള്? ലാസ്റ്റ് വീഡിയോ കാണുന്നോ? ലാസ്റ്റ് വീഡിയോ എന്താ? ലാസ്റ്റ് വീഡിയോ ഒക്കെ നമുക്ക് കണ്ടതല്ലേ? കാൾ ബാസ്റ്റാൻ ബ്ലഫ് ചെയ്യുന്നു. കുറുപ്പിന്ന് സിറ്റി കയറണം, ഒരുമിച്ച് കയറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചോക്കട്ടെ കുറുപ്പിനെ. നമുക്കിന്ന് എന്തെങ്കിലുമൊക്കെ കഥയും പറഞ്ഞിരിക്കാം. മുമ്പ് നമ്മൾ ഗ്യാങ് ഫോം ആവുന്നതിന് മുമ്പ് നമ്മൾ പോകാറുണ്ടായിരുന്നു മറ്റേ കാട്ടില്. ഹോം ബട്ടണേക്കാ കാട്ടില് കാരണം മറ്റേ ബാർ മാപ്പില് കുറിപ്പെടുക്കണില്ല. മാക്ക് ഉണ്ടാവും സിറ്റിയില് എന്തെല്ലോ ഒപ്പിച്ചിട്ട്. കോൾ ഭൂമിയാ? ഭൂമിയെല്ലാം പോയില്ലടാ. ഭൂമിയൊക്കെ മറ്റേ ഇവന്റെ കൂടെ പോയില്ലേ, കൊമ്പാച്ചന്റെ ഒപ്പം പോയില്ലേ? 490 CR ബ്ലാക്ക് മണി ഉണ്ട്. MRCയുടെ അല്ലേന്നോ? അതൊക്കെ ആരാ അത് ചോദിക്കുന്നത്? ഷമീറിന്റെ കയ്യില് 490 CR MRCന്റെ ആണോ? ആണോ ചാറ്റ്? ഗ്യാങ് ഫണ്ട് ആണോ? ഏയ് അല്ലല്ലോ ബോസേ. ഇനി പർച്ചേസ് ടു അവർ ഗ്യാങ്ങോ? യെസ്, ഗ്യാങ് ഫണ്ട് ആണോ അത്? യെസ്, ഓൾഡ് മണി ആണോ? ഓൻ്റെ അടുത്ത് ഉണ്ടായ ഓൾഡ് മണിയാണോ? ഓടാ ചുമ്മാ എന്തെല്ലോ പറയല്ലേ വെറുതെ. ഓൻ ഗ്യാങ് ഒന്ന് മാറിയിട്ട് എത്ര കാലമായി? പിന്നെ ഓൻ്റെ അടുത്ത് എങ്ങനെ ഗ്യാങ്ങിന്റെ പൈസ ഉണ്ടാവുക? ഇതെന്താ? ഉമ്മാർക്ക് എല്ലാവർക്കും ലീഗൽ വീഡിയോ കണ്ടോ? ആ നമുക്ക് ഈഗിൾ ബ്രോയുടെ വീഡിയോ തുടങ്ങാം അല്ലേ? ഈഗിൾ ബ്രോയുടെ അലക്സ് നിന്നെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അയ്യോ, അത് 100 കണ്ടന്റ് ഇറക്കി. 100 കണ്ടന്റ് അതും വെച്ച്. അലക്സ് TV പോവും അലക്സ്. ഞാൻ ഓൾറെഡി അടുത്ത് പറഞ്ഞു. ഓൾറെഡി എന്താ ഞാൻ കണ്ടിട്ടില്ലട്ടോ. നിങ്ങളോട് എന്താ പറഞ്ഞ? എവിടെ പോകുന്നു അവിടെ ഉണ്ട്. ശരി, ഞാൻ എന്താണ് ആ സാധനം കണ്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതോ അതന്നെ ഇതെന്താ സാധനം? എന്താ ഇതെന്താ? എടാ നായിന്റെ മോനെ. ഓ മുണ്ടച്ചി മോനെ. മൈര ഒന്ന് രസിക്കടാ. മൈര ഇതാരാ? നായിന്റെ ഇതിൽ ആരാന്നത്? കാണാത്ത ആൾക്കാരൊക്കെ കൊറേ. സ്റ്റാക്ക് ഓഫ് മണി 492 CR 63,40,000. എനിക്കറിയില്ല കേട്ടോ. ഇത് ഗ്യാങ്ങിന്റെ ഫണ്ടാണോ എന്താന്ന്